നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ അത് എത്ര തന്നെ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ഡബിൾ ആക്കാനായിട്ട്, അത് ഇരട്ടിയാക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടി വരും? ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ ഇരട്ടിയാക്കാനായിട്ട് പറ്റും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. കൃത്യമായിട്ട് നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ നമുക്ക് ഏത് രീതിയിലൊക്കെ ഡബിൾ ആക്കാനായിട്ട് പറ്റും, അതും ഒരു മാസം കൊണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 സ്റ്റെപ്പുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ 3 സ്റ്റെപ്പുകളും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കും. സോ അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടായിരിക്കും സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡേ ട്രേഡേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആവാനായിട്ട് സാധ്യതയുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ട്രേഡിംഗ് പ്ലാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പറയാം. അതായത് നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങിൻ്റെ കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 15 മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം. ആൻഡ് ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഏത് ടോക്കണിലാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത്. ഞാനിവിടെ ബിറ്റ് കോയിനിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ഓൾട്ട് കോയിൻസ് ഈ രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കാതിരിക്കുക. കാരണം ബിറ്റ് കോയിനിൽ ഒരു 1% മൂവ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് ഓൾട്ട് കോയിൻസിൽ ഒരു 5% അല്ലെങ്കിൽ ഒരു 10% ഒക്കെ മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. സോ നമുക്ക് നമ്മുടെ റിസ്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഓൾട്ട് കോയിൻസിൽ. അതുകൊണ്ട് തന്നെ ബിറ്റ് കോയിനിൽ മാത്രം നിങ്ങൾ ഈ രീതിയിൽ ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡേ ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ 15 മിനിറ്റോ 5 മിനിറ്റോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ മൾട്ടി ടൈം ഫ്രെയിംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി ടൈം ഫ്രെയിംസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക, ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഈ മൾട്ടി ടൈം ഫ്രെയിംസ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെൻഡ് ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലാണോ ഒരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഹയർ ടൈം ഫ്രെയിംസ് 15 മിനിറ്റിലാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 1 അവറോ അല്ലെങ്കിൽ 4 അവർ ടൈം ഫ്രെയിം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെൻഡ് ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ ടൈം ഫ്രെയിമിൻ്റെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി. നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഏതാണ് എന്നതിനനുസരിച്ചാണല്ലോ നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. സോ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ആ സ്ട്രാറ്റജി എന്ത് തന്നെയായാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എടുക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ഒന്നും നോക്കാനായിട്ട് പാടില്ല. കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളവിടെ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതും ഏത് ടൈം ഫ്രെയിമാണോ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ടൈം ഫ്രെയിമിൽ മാത്രം നിങ്ങളൊരു എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ചുമ്മാ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് ആ സ്ട്രാറ്റജിക്ക് നമ്മൾ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടത് അവിടെ അത്യാവശ്യമാണ്. പാലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതുപോലുള്ള റൂൾസും കാര്യങ്ങളൊന്നും ആ ഒരു സ്ട്രാറ്റജിക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മൂഡിനനുസരിച്ച് ആ സ്ട്രാറ്റജിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താതിരിക്കുക. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുക. അതായത് കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അതായത് നിങ്ങൾ ഒരു ട്രേഡിൽ എത്ര രൂപ നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറാണ്. ഇപ്പോൾ ഒരു 100 രൂപ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ 100 രൂപയുടെ എത്ര ശതമാനം ഒരു ട്രേഡിൽ നമ്മൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് നമ്മൾ ആ ഒരു ട്രേഡിൽ നഷ്ടപ്പെടുത്താനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 100 രൂപയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു 100 രൂപ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 5% മാത്രം, ആ 100 രൂപയുടെ 5% മാത്രമേ നിങ്ങൾ ഒറ്റ ട്രേഡിൽ നഷ്ടപ്പെടുത്താൻ പാടുള്ളൂ. ഈ 5% എന്നൊക്കെ പറയുന്നത് വളരെയധികം വലിയ ഒരു നഷ്ടം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 2% മാത്രമേ നഷ്ടപ്പെടുത്താനായിട്ട് പാടുള്ളൂ. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ ഡബിൾ ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
സോ നമ്മൾ കുറച്ച് റിസ്ക് കൂടുതൽ എടുത്താൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമ്മൾ എത്രത്തോളം റിസ്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ എത്ര റിസ്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ടാർഗറ്റും വരുന്നത്. നമ്മളൊരു 5% നമ്മൾ റിസ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 10% നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കേണ്ടത്. ഇതിനെ പറ്റിയിട്ട് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. നമ്മൾ ഈ രീതിയിൽ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1:2 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അവിടെ വരുന്നത്. ഓക്കെ, ഒരു 1% നമ്മൾ റിസ്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2% ആണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ റിസ്ക് റിവാർഡ് റേഷ്യോനെ പറ്റി പറയുന്നതിനോടൊപ്പം തന്നെ പറയാനായിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത്. ഈ വിൻ റേറ്റിനെ പറ്റിയിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുമ്പോൾ അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ട്രേഡിംഗ് പ്ലാനും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോയും, ഈ 2 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളും നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുമോ? ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇനി നോക്കാം. കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള മാത്തമാറ്റിക്സ് ആയിട്ടൊന്നും ആരും കാണണ്ട. ഞാൻ മാത്സിൽ വളരെ വീക്കാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കണക്കുകളാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് പോകാം. ഈ ഗൂഗിൾ ഷീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 കാണാൻ പറ്റുന്നുണ്ട്, ലിവറേജ് 10x കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയും 10x ലിവറേജും വെച്ചതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറയാം. നമ്മുടെ ബിറ്റ് കോയിനിൽ ഒരു ദിവസം ഒരു 1% പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ 1% മൂവ് ബിറ്റ് കോയിനിൽ നിങ്ങൾക്ക് പിടിക്കാനായിട്ട് പറ്റില്ലേ? അത് മാത്രം നിങ്ങൾ പിടിച്ചാൽ മതി. ഒരു 1% മൂവ് നമുക്ക് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ആൻഡ് നമ്മളിവിടെ ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് വെറും 1% ആണ്. അതായത് 1% മാത്രമേ നമ്മളിവിടെ പ്രോഫിറ്റ് എടുക്കുന്നുള്ളൂ. ആൻഡ് 10x ലിവറേജ് വെച്ചുകൊണ്ട് 1% പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ ട്രേഡിൽ കിട്ടുന്നത് 10% പ്രോഫിറ്റ് ആണ്. ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. 0.5% മാത്രമേ നമ്മളവിടെ റിസ്ക് ചെയ്യുന്നുള്ളൂ. ആൻഡ് 10x ലിവറേജ് എടുക്കുമ്പോൾ അത് 5% ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുന്നത് 5%, ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത് 10%. അപ്പോൾ ആ രീതിയിലാണ് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ലിവറേജ് 10x കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഞാനിവിടെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 10,000 രൂപ വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡേയ്സ് കാണാൻ പറ്റും, ഓരോ ദിവസത്തെയും 1, 2, 3 ഞാൻ ഒരു 30 വരെ ഞാനിവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ 10,000 കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വിൻ പെർസെൻറ്റേജ് 10%. അതായത് നമ്മൾ ഒരു ദിവസം 10% പ്രോഫിറ്റ് എടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം 10,000 രൂപ വെച്ചുകൊണ്ട് 10% പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ദിവസം കിട്ടുന്നത് 1000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ 1000 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 11,000 രൂപയായിട്ട് മാറുകയാണ്. ആൻഡ് അടുത്ത ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ആ 11,000 രൂപ വെച്ചിട്ടാണ്. ആൻഡ് ആ 11,000 രൂപയുടെ 10% പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1,100 രൂപയാണ്. അങ്ങനെ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ 12,100 രൂപയായിട്ട് മാറുകയാണ്. ഓക്കെ, ദെൻ അടുത്ത ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ 12,100 രൂപ വെച്ചുകൊണ്ടാണ് 10% പ്രോഫിറ്റ് കിട്ടുന്നു. 1,210 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ദെൻ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ 13,310 ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ രീതിയിൽ ട്രേഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,74,494 ആവാണ്. ആഹാ, എന്തൊരു മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം ഇവിടെ നമ്മുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത് 100% ആണ്. 30 ദിവസം ട്രേഡ് എടുത്തതിൽ ഈ 30 ദിവസം നമ്മൾ വിൻ ചെയ്തിരിക്കുകയാണ്. ആരെക്കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ്. സോ ഇങ്ങനെയല്ല നമ്മളിത് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ വിൻ റേറ്റിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അതായത് നമുക്ക് എത്ര ശതമാനം വിൻ റേറ്റ് ഉണ്ടായാലാണ് നമുക്കൊരു ഇരട്ടി, നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഇരട്ടി ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഞാൻ പറയുന്നു നമുക്കൊരു 56% വിൻ റേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ക്യാപിറ്റൽ ഈസി ആയിട്ട് ഒരു മാസം കൊണ്ട് ഇരട്ടിയാക്കാനായിട്ട് പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ താഴെയുള്ള ഈ ഒരു ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത്, ഈ ഒരു ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ്, ലിവറേജ് 10x ആണ്. ആൻഡ് നമ്മൾ ഈ 30 ദിവസത്തിൽ വിൻ ചെയ്തിട്ടുള്ളത് വെറും 17 ട്രേഡുകളാണ്, ലോസ് ആയിട്ടുള്ളത് 13 ട്രേഡുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു 56.666% നമ്മുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത്. ഈ 56% വിൻ റേറ്റ് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ലേ? സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഒരു 30 ട്രേഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 17 ട്രേഡ് വിൻ ചെയ്യാനും 13 ട്രേഡ് ലോസ് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു മാസം കൊണ്ട് തന്നെ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്.
അതിൻ്റെ കണക്കുകൾ നമുക്ക് നോക്കാം. ആൻഡ് ഫസ്റ്റ് ദിവസം നമ്മൾ 10,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഫസ്റ്റ് ട്രേഡ് തന്നെ നമ്മുടെ ലോസ് ആവുകയാണെന്ന് വിചാരിക്കാം. ഒരു 5% നമുക്ക് ലോസ് വരുന്നത്, ഒരു 500 രൂപയാണ് നമുക്കിവിടെ ലോസ് വരുന്നത്. സോ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ 9,500 ആയിട്ട് മാറുകയാണ്. ദെൻ അടുത്ത ദിവസം നമ്മൾ 9,500 രൂപ വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ട്രേഡ് നമ്മൾ വിൻ ചെയ്യാണ്. 9,500 രൂപയുടെ 10% നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 950 രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ 10,450 ആയിട്ട് മാറാണ്. ഓക്കെ, ദെൻ അടുത്ത ദിവസം നമ്മൾ 10,450 രൂപ വെച്ച് ട്രേഡ് ചെയ്യാണ്. നമുക്ക് വീണ്ടും ലോസ് വന്നിരിക്കുകയാണ്. നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 522.5 ആണ് നമ്മുടെ ലോസ് വരുന്നത്. നമ്മുടെ ക്യാപിറ്റൽ 9,927 രൂപയായിട്ട് മാറുകയാണ്. ദെൻ വീണ്ടും നമ്മൾ ആ എമൗണ്ട് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നു. ദെൻ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വിശദമായിട്ട് നോക്കാവുന്നതാണ്. ആൻഡ് അങ്ങനെ ഒരു 30 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്തപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,946 രൂപയായിരിക്കുകയാണ്. ഇനി ഈ 25,946 രൂപയിൽ നിന്നും നമ്മുടെ ട്രേഡിംഗ് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങളൊരു 5,000 രൂപ നമുക്ക് ട്രേഡിംഗ് ഫീ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഈ 5,000 രൂപ അല്ലെങ്കിൽ ഒരു 6,000 രൂപ തന്നെ ആയിക്കോട്ടെ. ഈ ഒരു 6,000 രൂപ കുറച്ചാലും നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലായിട്ട് ഒരു 20K അവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ 10K വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്രേഡ് ഒരു 30 ദിവസം കഴിഞ്ഞ് അവസാനിച്ചത് ഒരു 20K പ്രോഫിറ്റിലാണ് നമ്മുടെ ട്രേഡിംഗ് ഫീയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 1% ഡെയിലി നിങ്ങൾക്ക് ബിറ്റ് കോയിനിൽ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 0.5% മാത്രം റിസ്ക് ചെയ്തുകൊണ്ട് 1% ടാർഗറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 56.6% വിൻ റേറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഡബിൾ ആക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇത് ചുമ്മാ എഴുതി കാണിച്ച് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കൃത്യമായിട്ട് നമുക്ക് ലൈവായിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള വിൻ റേറ്റ് തരുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് അവിടെ ആവശ്യമാണ്. ആൻഡ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം നമ്മുടെ മൈൻഡ് സെറ്റാണ്. അതായത് ഫസ്റ്റ് ട്രേഡ് തന്നെ 10,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് ട്രേഡ് തന്നെ ലോസായി. തൊട്ടടുത്ത ട്രേഡും ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് മൊത്തം പോകും. നമ്മൾ ഇനി അടുത്ത ട്രേഡും ലോസ് ആവാനായിട്ട് പോവുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുത്താൽ മതി. അതുപോലെ തന്നെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ ഫോളോ ചെയ്യുക. ആ ട്രേഡിംഗ് പ്ലാനുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ റൂൾസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ 30 ദിവസം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് 30 ട്രേഡ്സ് ആണ്. ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്യാപിറ്റൽ ഇരട്ടിയാക്കണമെന്നില്ല. 30 ട്രേഡ് കൊണ്ട് നിങ്ങൾ ക്യാപിറ്റൽ ഇരട്ടിയാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങളുടെ മൈൻഡ് ഒക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് ഓവർ ട്രേഡ് ചെയ്യാതെ, റിവഞ്ച് ട്രേഡിനൊന്നും നിൽക്കാതെ, റിവഞ്ച് ട്രേഡ് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് ഇരട്ടിയാക്കേണ്ട ക്യാപിറ്റൽ 2-3 ദിവസം കൊണ്ട് 0 ആയിട്ട് മാറും. അതാണ് റിവഞ്ച് ട്രേഡ് ചെയ്താലുള്ള കുഴപ്പം. സോ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാതെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.